നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ വീടുകളിൽ നമ്മളെല്ലാ ആളുകളും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് LPG ഗ്യാസ് സിലിണ്ടർ. ഇങ്ങനെ LPG ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന ആളുകൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. പശ്ചിമേഷ്യയിലുണ്ടായ യുദ്ധ സാഹചര്യം മൂലം നമുക്കിപ്പോൾ ഗ്യാസുകൾ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ ഗ്യാസുകൾ ബുക്ക് ചെയ്യുന്നത്, മുമ്പ് ബുക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെ ബുക്ക് ചെയ്താൽ വീണ്ടും ഗ്യാസ് ലഭിക്കുമോ എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പോൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ആദ്യം നോക്കാൻ പോകുന്നത് ഗ്യാസ് സിലിണ്ടറിൻ്റെ ബുക്കിംഗ് രീതിയെക്കുറിച്ചാണ്. നമുക്കറിയാം, നമ്മൾ മുമ്പെല്ലാം ബുക്ക് ചെയ്തിരുന്നത് നമ്മൾ മൊബൈൽ ഫോണിൽ നിന്നും അവരിലേക്ക് ഒരു മിസ് കോളോ അല്ലെങ്കിൽ കോളോ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ബുക്കിംഗ് സ്വീകരിക്കുകയും അത് കൺഫേം ചെയ്യുന്ന രീതിയിലായിരുന്നു. എന്നാൽ ഒരുമിച്ച് ഒരുപാട് ആളുകൾ ഈ ഒരു ബുക്കിംഗ് രീതി സ്വീകരിച്ചതുകൊണ്ട് തന്നെ ആ സിസ്റ്റം ഇപ്പോൾ എല്ലാ സമയത്തും എററാണ്, ലഭിക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ ഏത് LPG ഗ്യാസിൻ്റെതാണ് ഉപയോഗിക്കുന്നത് അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ അതല്ലെങ്കിൽ അവരുടെ ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബുക്ക് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ചെയ്യണമെങ്കിൽ അവർക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ മാത്രമാണ് ചെയ്യാൻ സാധിക്കുക. ഇപ്പോഴും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, ചില ആളുകൾ ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് പറയുന്നുണ്ട്. അതിന് കാരണം അവർ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടില്ല എന്നതുകൊണ്ടാണ്. നിർബന്ധമായിട്ടും അവർ മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ മസ്റ്ററിംഗ് എന്ന് പറയുന്നത്. ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് ആ വ്യക്തി നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലോ മറ്റ് ഓൺലൈൻ സെൻ്ററുകളിലോ അതില്ലെങ്കിൽ നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയിലോ ചെന്ന് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇനി ഗ്യാസ് ഓണർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിലോ അതല്ലെങ്കിൽ വിദേശത്തോ ആണെങ്കിൽ അവരുടെ ഓണർഷിപ്പ് ആദ്യം മാറ്റണം. ഓണർഷിപ്പ് മാറ്റിയ ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ മസ്റ്ററിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അവർക്ക് പിന്നീട് ഓൺലൈൻ വഴി ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മുമ്പത്തെ മോഡൽ നമ്മൾ ബുക്ക് ചെയ്താൽ പിറ്റേന്ന് തന്നെ നമുക്ക് ഗ്യാസ് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഗ്യാസ് ലഭിക്കുകയോ ചെയ്യുന്നില്ല. അതിന് കാലതാമസമുണ്ട്. അത് തന്നെ ഒരു 2 കുറ്റിയുള്ള ആളുകൾ ഒരു കുറ്റി ബുക്ക് ചെയ്ത് മറ്റു കുറ്റിയിലേക്ക് കാലതാമസം എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാലതാമസമെല്ലാം മുൻകൂട്ടി കണക്കാക്കി തന്നെ ഗ്യാസ് ബുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമുക്കറിയാം, ഇപ്പോൾ സംസ്ഥാനത്ത് റെക്കോർഡ് ചൂടാണ്. അതുകൊണ്ട് തന്നെ കറണ്ടിൻ്റെ ഉപയോഗം റെക്കോർഡ് തന്നെയാണ്. ആ സമയങ്ങളിൽ നമുക്ക് ഇൻഡക്ഷൻ കുക്കർ പോലത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ രൂപത്തിലുള്ള ബില്ലുകളും മറ്റും വരാനും ചാൻസുകളുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ട് ഈ ഗ്യാസിൻ്റെ പ്രതിസന്ധിയും നമ്മൾ മുൻകൂട്ടി കണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമായിരിക്കും പിന്നീട് നമുക്ക് ബുദ്ധിമുട്ടുകളില്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പ്രവാസികളായ ആളുടെ പേരിൽ ഓണർഷിപ്പ് മാറ്റാനാണെങ്കിൽ പ്രവാസിയുടെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും പ്രവാസി ഏത് രാജ്യത്താണ് താമസിക്കുന്നത് ആ താമസരേഖയും, ഇപ്പോൾ സൗദിയിലാണെങ്കിൽ ഇക്കാമ അല്ലെങ്കിൽ ബത്താക്ക എന്നെല്ലാം പറയുന്ന രൂപത്തിലുള്ള അവരുടെ താമസരേഖയുടെയും കോപ്പി നാട്ടിലേക്ക് അയച്ചു കൊടുത്ത് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, സൗദിയിലുള്ള പ്രവാസികളാണെങ്കിൽ അവർ നാട്ടിലേക്ക് അയക്കുന്ന ഇക്കാമയുടെ കോപ്പിയിൽ എക്സ്പയറി ഡേറ്റുള്ള ഇക്കാമയാണെന്ന് ഉറപ്പുവരുത്തുക. അപ്ഷറിൽ നിന്നും കാണിക്കുന്ന ഡീറ്റെയിൽ ഡോക്യുമെൻറ്റ് ഇങ്ങനെ അതിൽ എക്സ്പയറി ഡേറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്കാണ് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരെ